നേമം മണ്ഡലത്തിൽ 29,000 മുസ്ലിങ്ങളോട് ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകാൻ ആഹ്വാനം ചെയ്ത കരമന ജുമാ മസ്ജിദ് ചീഫ് ഇമാമിന് VHP സംസ്ഥാന അധ്യക്ഷൻ വിജിത് തമ്പിയുടെ മറുപടി. ആദ്യം മുസ്ലിം വോട്ടുകളെ ഏകീകരിക്കാൻ ആഹ്വാനം ചെയ്തുള്ള ഇമാമിന്റെ പ്രസംഗത്തിലേക്ക്. നേമം മണ്ഡലത്തിൽ വർഗീയ ശക്തികൾ ജയിച്ചു കയറാമെന്ന ആത്മവിശ്വാസത്തിലാണ്. അവരുടെ അനൗൺസ്മെന്റ് പോലും അങ്ങനെയാണ്. അവർക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഇവിടെ 29,000-ഓളം വരുന്ന മുസ്ലിം വോട്ടുകളുണ്ട്. ഈ മുസ്ലിം വോട്ടുകൾ 29,000 മുസ്ലിം വോട്ടുകൾ നിർണായകമാണ്. നാം വോട്ട് ചെയ്ത് കാത്തിരുന്ന് അതിന്റെ റിസൾട്ട് വരുമ്പോൾ എന്റെ വോട്ട് പാഴായി പോയല്ലോ എന്ന വ്യസനം നമ്മളെ ബാധിക്കാതിരിക്കാൻ നമ്മൾ പക്വമായി ചിന്തിക്കണം. ജയിക്കുന്ന സ്ഥാനാർത്ഥി ഏതെന്ന വിശകലനത്തിൽ നിന്ന് മതേതര ചേരിയിലുള്ള ജയിക്കുന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക, ആ രംഗത്തേക്ക് വോട്ടുകൾ ഭിന്നിച്ചു പോകാതെ സമാഹരിക്കുക എന്നത് നമ്മുടെ കർത്തവ്യമാണ്. BJP ഭാരതീയ ജനതാ പാർട്ടി ഒരു വർഗീയ കക്ഷിയാണെന്ന് നിങ്ങൾ അദ്ദേഹത്തിന് പറയാൻ കഴിയും. ഒരു ഫാസിസ്റ്റ് ഭരണമാണ് അവരുടെ നിങ്ങൾ പറയാൻ കഴിയും. മോദിജി 10 വർഷം കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ഭരണം ആരംഭിച്ചിട്ട്. എല്ലാ സമയത്തും അദ്ദേഹം എല്ലാ മതക്കാരെയും ഒന്നിച്ച് ചേർത്ത് നിർത്തിയാണ് അദ്ദേഹം കൊണ്ടുപോകുന്നത്. ഭാരതത്തിൽ ജനിച്ചവരും ഭാരതത്തിൽ ജീവിക്കുന്നവരും എല്ലാം ഹിന്ദുക്കളാണ് എന്നുള്ള ഒറ്റ ചിന്തയാണ് നമ്മൾ ഹിന്ദു എന്ന് പറയുന്നതോട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു പ്രത്യേക വിഭാഗത്തെ മാറ്റി നിർത്തിയല്ല ഹിന്ദു എന്ന് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ ക്രൈസ്തവ ആചാര്യന്മാരെയും അല്ലെങ്കിൽ ഇസ്ലാം സഹോദരന്മാരെയും എല്ലാം ചേർത്ത് നിർത്തിയാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തെ സംബന്ധിച്ചോളം എല്ലാ ഈ അറബി രാജ്യങ്ങളിൽ ഇത്രത്തോളം ഒരു സമ്മതി ലഭിച്ച മറ്റൊരു പ്രധാനമന്ത്രി ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ എല്ലാ ആൾക്കാരെയും ഒന്നിച്ച് ചേർത്ത് നിർത്തി അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തെ എങ്ങനെ ഒരു ഫാസിസ്റ്റ് ചിന്താഗതിക്കാരനാണെന്ന് പറയാൻ പറ്റും? എങ്ങനെ ഭാരതീയ ജനതാ പാർട്ടിയെ ഒരു ഫാസിസ്റ്റ് പാർട്ടിയാണെന്ന് പറയാൻ പറ്റും? ഞാൻ ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ വർഗീയം പറഞ്ഞത് ആരാണ്? ഈ മാന്യൻ തന്നെയല്ലേ? കരമന ഈ ഇമാം തന്നെയല്ലേ വർഗീയം പറഞ്ഞത്? അദ്ദേഹം എന്താ പറഞ്ഞത്? നിയമം എന്ന് പറയുന്നത് കരമനയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണെന്നും ആ സ്ഥലത്ത് 29,000-ഓളം വോട്ടുകൾ ഈ പറഞ്ഞ ഇസ്ലാം സഹോദരന്മാർക്കുണ്ടെന്നും ആ വോട്ടുകൾ പാഴാക്കി പോകരുത്. അത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പച്ചയ്ക്ക് അദ്ദേഹം പറഞ്ഞില്ലേ രാജീവ് ചന്ദ്രശേഖരന് വോട്ട് ചെയ്യരുതെന്ന്. അതായത് അതല്ലേ വർഗീയത? അതല്ലേ യഥാർത്ഥ വർഗീയത? യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടി എവിടെയെങ്കിലും വർഗീയത പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ വർഗീയത അവർ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഹിന്ദുക്കൾക്ക് മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടി നിലകൊള്ളുന്നതെന്ന് ഏതെങ്കിലും ഒരു വേദിയിൽ ആരെങ്കിലും ഒരാളെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. ആ കക്ഷി എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും എല്ലാ വിഭാഗങ്ങളെയും ഒന്നിച്ച് ചേർത്ത് നിർത്തി കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയെ അല്ലെങ്കിൽ അവിടുത്തെ സ്ഥാനാർത്ഥിയായ ഒരു വ്യക്തിയെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യരുത് എന്നുള്ള രീതിയിൽ പച്ചയ്ക്ക് പറയുന്ന ആരാണ് വർഗീയത പറയുന്നത്? യഥാർത്ഥ വർഗീയത ആരുടെയാണ്? ഈ പറഞ്ഞ ഭാരതീയ ജനതാ പാർട്ടിയുടെയാണോ അതോ ഈ കരമന ഇമാമിൻ്റെതാണോ? അതെന്തുകൊണ്ട് നമ്മുടെ ആൾക്കാർ ആലോചിക്കുന്നില്ല? യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഇടതായാലും വലതായാലും അവർ ചെയ്തിരിക്കുന്നത് എന്താ? 2 തീവ്ര ഇസ്ലാമിക, അതായത് ഈ തീവ്ര സംഘടനകളെയാണ് രണ്ടുപേരും ചേർത്ത് നിർത്തിയിരിക്കുന്നത്. ഇടത് SDPA പോലുള്ള, അതായത് PFI എന്ന് പറഞ്ഞ നിരോധിക്കപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായ SDPA ആണ് ഇവിടെ കൂട്ടി നിർത്തിയിരിക്കുന്നത്. പണ്ട് ഈ SDPAക്കെതിരെ തന്നെ കോടിയേരി ബാലകൃഷ്ണനെ പോലുള്ളവരും അതുപോലെ അച്യുതാനന്ദനെ പോലുള്ളവരും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് തീവ്ര ഇതാണ്, അവര് വർഗീയ ഇതാണ്, അവരെ അടുപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ആ ആൾക്കാരെയാണ് ഇന്ന് ഒരു 10 വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ അടുത്ത ദുരഭരണത്തിന് വേണ്ടി ശ്രീ പിണറായി വിജയൻ ചേർത്ത് നിർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ UDFന്റെ ഭാഗത്തും. UDFനെ സംബന്ധിച്ചുള്ള എന്താ സംഭവിച്ചിരിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിയാണ് അവർ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അപ്പം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന ഓൾറെഡി UDFന്റെ കൂടെ ഉണ്ട്. ഇവിടെ BJPയെ വർഗീയ സംഘടന എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗിനെ എന്താ പറയേണ്ടത്? സംഘടനയുടെ പേരിൽ തന്നെ വർഗീയത അല്ലെങ്കിൽ പേരിൽ തന്നെ മതമുള്ള ഒരു സംഘടനയല്ലേ യഥാർത്ഥ വർഗീയ സംഘടന? അല്ലാതെ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു BJP അങ്ങനെ വർഗീയ സംഘടനയാവും? അപ്പൊ ഇതെന്തുകൊണ്ട് നമ്മുടെ ആൾക്കാർ ചിന്തിക്കുന്നില്ല? നമ്മുടെ ഈ വോട്ട് ചെയ്യുന്ന ജനം നാളെ എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഇവിടെ ആലോചിക്കേണ്ട കാര്യം, ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഈ കേരളം ഒരു 10-15 വർഷം മുമ്പൊന്ന് എടുത്തു നോക്കൂ. ഇവിടെ എല്ലാ മത സൗഹാർദ്ദത്തോടു കൂടി എല്ലാം ഏകോദര സഹോദരന്മാരായി കഴിഞ്ഞൊരു കാലമുണ്ടായിരുന്നു. അതിന് തകർത്തതാരാണ്? ഈ UDFും LDFും ചേർന്നാണ് ആ ഒരു സമവാക്യത്തെ തകർത്തത്. അതായത് 10 വോട്ടിന് വേണ്ടി രാഷ്ട്രീയപരമായി ഈ പറഞ്ഞ ആൾക്കാരെ ഭിന്നിപ്പിച്ച്, മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിച്ച് പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുള്ളതാണ്. അതായത് ഡിവൈഡ് ആൻഡ് റൂൾ
എന്നുള്ള രീതിയിൽ നാട്ടുരാജാക്കന്മാരെ തമ്മിൽ ഭിന്നിപ്പിച്ച് അവരെ യുദ്ധം ചെയ്യിച്ച് രാജ്യങ്ങൾ പിടിച്ചെടുത്തതുപോലെ ഇന്ന് മതങ്ങളുടെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അവരുടെ വോട്ട് തട്ടിയെടുക്കാനുള്ള ഗൂഢതന്ത്രമാണ് UDF ആയാലും LDF ആയാലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ ആലോചിക്കുക, യഥാർത്ഥ ഹിന്ദുക്കൾ, ഭാരതീയരായ ഹിന്ദുക്കൾ, ഭാരതത്തിനെ വിശ്വസിക്കുന്ന ഹിന്ദുക്കൾ, ഈ ദേശീയതയെ അംഗീകരിക്കുന്ന ഹിന്ദുക്കൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്? ഇതുപോലുള്ള ഈ വർഗീയ ശക്തികൾക്കാണോ അല്ലെങ്കിൽ തീവ്ര ശക്തികൾക്കാണോ വോട്ട് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കണം. അത് ഞാൻ പറയുന്നത് ഹിന്ദു നാമധാരികളായ ആൾക്കാർ മാത്രമല്ല, മറ്റ് മതത്തിൽപ്പെട്ടവരും, ഇസ്ലാം ആയാലും ക്രിസ്ത്യാനി ആയാലും, അവർ ദേശീയതയെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, ഭാരതീയതയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഞാനൊരു യഥാർത്ഥ ഭാരതീയനാണെന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിൽ അവർ ഭാരതീയതയ്ക്ക് വേണ്ടി വേണം വോട്ട് ചെയ്യാൻ, വർഗീയ ശക്തികൾക്ക് വേണ്ടി വോട്ട് ചെയ്യരുത് എന്നാണ് ഇത്തരത്തിൽ പറയാനുള്ളത്. ഒരു ഇമാമിനെ പോലൊരു വ്യക്തി, ബഹുമാന്യനായ ഒരു വ്യക്തി, ഒരു സമൂഹത്തിന്റെ, ഒരു പ്രത്യേക മതത്തിന്റെ ഒരു ആചാര്യൻ എന്നൊരു വ്യക്തി ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത്, അതും ഈ ഒരു അവസരത്തിൽ നടത്തിയത് ശരിയായില്ല എന്ന് തന്നെയല്ലേ അങ്ങയുടെ പക്ഷം? തീർച്ചയായിട്ടും തെറ്റാണത്. കാര്യം അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഓരോ ജാതി സംഘടനകളുടെ ആൾക്കാർ ഓരോരുത്തരായിട്ട് ഇറങ്ങിയാലോ, ഇന്ന ജാതിക്കാർ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണം, ഇന്ന ജാതിക്കാർ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയാൽ, ഓരോ മതക്കാർ ഇറങ്ങിയാലോ, അത് തെറ്റല്ലേ? അത് വോട്ടെന്ന് പറയുന്നത് എന്താ? പൗര സ്വാതന്ത്ര്യമാണ്. അത് ഇന്ന ആൾക്ക് കൊടുക്കണോ ആർക്ക് കൊടുക്കണോ എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം അവർക്ക് ഉപയോഗിക്കാനുള്ളതാണ്, അല്ലാതെ ഒരാൾ പറഞ്ഞ് ചെയ്യിക്കാനുള്ളതല്ല വോട്ട്. ഇപ്പൊ പ്രചരണമാവാം, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? പ്രചരണം പോലും ചെയ്യേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ കാര്യപരിപാടികൾ എന്താണ്? നമ്മുടെ ഉദ്ദേശം എന്താണ്? ഇപ്പം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് ഇവിടെ കൃത്യമായി അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. വികസനമാണ് ആവശ്യം. കേരളത്തെ സംബന്ധിച്ചോളം കേരളം എത്രയോ പിന്നിലാണ്. ഇവിടെ എല്ലാ രീതിയിലും മുന്നിൽ നിന്നൊരു സംസ്ഥാനത്തെ കഴിഞ്ഞ 10 വർഷമായിട്ട് പിന്നോട്ടടിച്ചിരിക്കുകയല്ലേ? ഇവിടെ വ്യവസായമുണ്ടോ? ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആർക്കെങ്കിലും ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. വിദ്യാഭ്യാസം എത്രയോ താഴെ പോയി. ഇന്ന് കുട്ടികളെല്ലാം തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസം തേടി പോകുന്നു. എന്തുകൊണ്ട്? ഇത്രയും സാക്ഷരത നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ രീതിയിലായതിന്റെ കാരണമാരാണ്. അപ്പൊ അതാലോചിക്കണം. അപ്പൊ അതിൽ നിന്ന് മാറാൻ ഒരു വികസിത കേരളം എന്നുള്ള ഒരു വലിയ ഒരു സന്ദേശവുമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇപ്പോ പറഞ്ഞ ഈ 3 കക്ഷികളിൽ കൃത്യമായ ധാരണയോടും കൃത്യമായ ലക്ഷ്യത്തോടും മുന്നേറുന്നത് ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ്. അത് നിസ്സംശയം നമുക്ക് പറയേണ്ടി വരും. ഇനി നമ്മള് ഗുരുവായൂരിലേക്ക് വരുമ്പോൾ, ഗുരുവായൂരില് NDA സ്ഥാനാർത്ഥി ഗോപാലകൃഷ്ണനിലേക്ക് വരുമ്പോൾ, അദ്ദേഹം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ഒരുപാട് വിചാരണ ജനങ്ങൾക്കിടയിൽ നിന്ന് നേരിടേണ്ടി വരികയാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ നിഷ്കളങ്കമായ ഗുരുവായൂർ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വലിയ രീതിയിൽ വിമർശിക്കുകയുണ്ടായി. ആ ഒരു സംഭവത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? അതൊരു ശരിയായ രീതിയായിരുന്നു? അദ്ദേഹത്തിന് അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ ഒരു അവകാശം ഇല്ലേ? അത് തെറ്റായി പോയോ? എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം പറഞ്ഞതും ഇപ്പൊ ഇമാം പറഞ്ഞതും കൂടി ഒന്ന് കൂട്ടിച്ചേർത്ത് വായിച്ചു നോക്കൂ. അതായത് ഗോപാലകൃഷ്ണൻ എന്താ പറഞ്ഞത്? ഗുരുവായൂർ എന്ന് പറയുന്ന ക്ഷേത്ര നഗരിയാണ്. ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ ക്ഷേത്രം. എത്രയോ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ പല ആൾക്കാരും കേരളത്തിൽ വന്നാൽ ആദ്യം ദർശനത്തിനെത്തുന്ന ഗുരുവായൂരാണ്. അത്രയും പ്രമുഖമായ ഒരു സ്ഥാനം, അതായത് ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ആ ക്ഷേത്രം, ആ ക്ഷേത്ര നഗരിയിൽ, ആ ക്ഷേത്രം ഉൾക്കൊള്ളുന്ന ആ നിയമസഭയിൽ, അല്ലെങ്കിൽ ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, ആ മണ്ഡലത്തിൽ കഴിഞ്ഞ 50 വർഷമായിട്ടൊരു ഹിന്ദു സ്ഥാനാർത്ഥി ജയിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഹിന്ദു MLA ആയിട്ടില്ല എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ പറയുന്നത് എന്താ തെറ്റ്? ഒരു ഹിന്ദു എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹം പറഞ്ഞോ നായരാണ് വരേണ്ടെന്നോ, അല്ലെങ്കിൽ ഈഴവനാണ് വരേണ്ടെന്നോ, നമ്പൂരിയാണ് വരേണ്ടെന്നോ പറഞ്ഞില്ലല്ലോ. ഒരു ഹിന്ദുവായ വ്യക്തി വന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഒരു തെറ്റുമില്ല. ഹിന്ദു എന്ന് പറയുമ്പോൾ അത് ഹൈന്ദവീയതയിൽ വിശ്വസിക്കുന്ന, സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന, ഈശ്വരീയതയെ ആരാധിക്കുന്ന ആൾക്കാരാണ് ഹിന്ദു എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് അതിനൊരു തെറ്റുമില്ല. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്നലെയോ മറ്റോ ഞാൻ ഒരു പർദ്ദയിട്ട ഒരു പെൺകുട്ടി ഒരു സ്റ്റേജിൽ പരസ്യമായിട്ട് പറയുന്നത് കേട്ടു, ഗോപാലകൃഷ്ണനെ പിന്തുണച്ചുകൊണ്ട്. അപ്പൊ അതുപോലെ അങ്ങനെ മനസ്സിലുള്ള ആൾക്കാർ, അതായത് ഗുരുവായൂരപ്പനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഗുരുവായൂരപ്പനെ സ്നേഹിക്കുന്ന ആൾക്കാർ, ഗുരുവായൂരപ്പനെ ആ ഭഗവാനായി കാണുന്ന ആൾക്കാർ ഗുരുവായൂർ മണ്ഡലത്തിൽ തീർച്ചയായിട്ടും ഇതിന് ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് ഗോപാലകൃഷ്ണനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കണമെന്ന് തന്നെയാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് എന്റെ വ്യക്തമായ അഭിപ്രായം.